എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഒരിക്കലും കഴിച്ചാൽ മടുക്കാത്ത ഒരു അടിപൊളി ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാം, പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഏകദേശം ഒരു ചമ്മന്തി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളീ ഒരു ചമ്മന്തി നമുക്കൊരു വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പം മുഴുവൻ ചമ്മന്തിയും ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 4-5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു 4 സൈഡിലുള്ള ബ്രൗൺ കളർ ഭാഗം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സാൻഡ്വിച്ച് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ഈ ഒരു ബ്രൗൺ കളർ ഭാഗമൊക്കെ നമുക്കൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കട്ടെ. പിന്നെ ഞാനിവിടെ 2-3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മുട്ട റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബ്രെഡ് എടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മയണൈസ് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നമ്മൾ മുട്ട വെച്ച് കൊടുക്കാം. അപ്പം മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വെക്കേണ്ടത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്കും നമുക്ക് മയണൈസ് വെച്ച് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ മയണൈസിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ചമ്മന്തിയില്ലേ, ആ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അതും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ നമ്മുടെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വേറൊരു ബ്രെഡ് എടുക്കുക. അതിലോട്ടേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് കവർ ചെയ്തെടുക്കാൻ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ സാൻഡ്വിച്ച് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. 3 ലെയറായിട്ടാണ് നമ്മുടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാവുന്നത്. കണ്ടില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് അല്ല അവിടെ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതേ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റിയാണ്, നല്ല രുചിയാണ്. ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ആ ഒരു ചമ്മന്തിയും നമ്മുടെ ആ ഒരു മുട്ടയും എല്ലാം രണ്ടും കൂടിയുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ രീതിയിലും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് തയ്യാറാക്കിയുള്ള ഈ ഒരു ബ്രെഡിനെ വീണ്ടും ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും മതിയാവില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കാം, എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു 5 മിനിറ്റ് മാത്രം മതി നമുക്ക് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.